ഹായ്, ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് വിശേഷത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ബാണാസുര സാഗർ ഡാമിലേക്കാണ് പോകുന്നത്. വയനാടിന്റെ ഏറ്റവും വലിയ ആകർഷണമാണിത്. ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്നറിയപ്പെടുന്നു. നമ്മൾ ഇവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. അകത്തേക്ക് കയറി. കുറച്ചു ദൂരം നടക്കാനുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. കൊച്ചു കുട്ടികളെ അവരുടെ അച്ഛന്മാർ തോളിലിരുത്തി. വൈകുന്നേരങ്ങളിലായിരിക്കും ഇവിടെ വരുന്നത് കുറച്ചുകൂടി നന്നാവുക. കാരണം ഞങ്ങൾ എത്തിയത് രാവിലെ 9 മണിയായി. ആ സമയത്ത് പോലും നല്ല വെയിലുണ്ടായിരുന്നു. 9 മണി മുതലാണ് ഇവിടത്തെ പ്രവേശന സമയം. ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇതാണ് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴുള്ള ഡാമിൻ്റെ വ്യൂ. ദൂരെ നിന്ന് തന്നെ ആ പടികൾ കണ്ടപ്പോൾ ഇത് മുഴുവൻ കയറി തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കിളി പോയി. സ്റ്റെപ്പ് കയറുന്നതിനേക്കാൾ എളുപ്പം ആ ചരിവ് കയറുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുകളിലെത്തി. ഇതാണ് മുകളിൽ നിന്നുമുള്ള ഡാമിൻ്റെ വ്യൂ. വെള്ളമൊക്കെ വറ്റിക്കിടക്കുന്നതിനാൽ ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കരിന്തണ്ടൻ നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ബാണാസുര മലനിരകളുടെ നടുവിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിന് ചുറ്റും മലനിരകളാണ്. മഴക്കാലത്തൊക്കെ ഇത് സ്വർഗം പോലെ തോന്നും. അങ്ങോട്ടൊക്കെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നല്ല വെയിലായതിനാൽ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും നടന്നില്ല. ഈ ഭാഗത്തായി സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലച്ചുവാണ് ധൈര്യം കാണിച്ചത്. ഒരാൾക്ക് 400 രൂപയാണ് അവിടുത്തെ ഫീസ്. മോളാണ് ആ വരുന്നത്. മോളെയും കാത്ത് ഞങ്ങൾ താഴെ നിന്നു. സിപ്പ് ലൈനിൽ നിന്നും അവൾ കൂളായി ഇറങ്ങി വരുന്നു. ഇത് അവിടെ തന്നെയുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികളെ അവിടെ കളിക്കാനായി ഞങ്ങൾ തണലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. വെയിലിനെ വകവയ്ക്കാതെ കുഞ്ഞുങ്ങളെല്ലാം നല്ല കളിയിലാണ്. വെയിലും മഴയും ഒന്നും ഇല്ലാത്തപ്പോൾ വരുന്നതായിരിക്കും കൂടുതൽ നന്നാവുക.
ഇവിടെ വന്നാൽ നന്നായി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. വയനാട്ടിലെത്തിയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആയവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ബാക്കി യാത്ര കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും